ഗുഡ് മോർണിംഗ് പെരിന്തൽമണ്ണ. ഇവിടെ വരുമ്പം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഊർജം, യൂണിക്കോണും 100th ഞങ്ങൾ എന്തൊക്കെ ആഘോഷിച്ചോ അതിലൊക്കെ ഉപരിയാണ്. കാരണം ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് പേരും പ്രശംസയും എല്ലാം ഈ നാടിന് കൊണ്ടുവരാൻ പോകുന്ന ഈ പെരിന്തൽമണ്ണയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേർണി പൂർണ്ണമല്ല. ഞാൻ അനീഷ് അച്യുതനെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചില്ല എങ്കിൽ പെരിന്തൽമണ്ണയിൽ ജനിച്ച് വളർന്ന് ഇവിടുന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത അനീഷ്, പ്ലീസ് ജോയിൻ മീ ഓൺ ദിസ്. സോ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഒരു ജേർണിയുടെ തുടക്കം എനിക്ക് തോന്നുന്നു അനീഷ് തന്നെയാണ് ദ ബെസ്റ്റ് പേഴ്സൺ ടു സ്റ്റാർട്ട് വിത്ത്. ഹൗ വാസ് എ ഗ്രോയിങ് അപ്പ് ഡേയ്സ് ഇൻ പെരിന്തൽമണ്ണ, ബിക്കോസ് വി വോണ്ട് ടു ബ്രിങ് ടു യു ഹൗ കെൻ എ ജേർണി ഫ്രം കേരള go through a different path altogether to the point where we are standing here. Are we celebrating valuations, as it was just mentioned? It's not about valuations, and we both believe, and all of us co-founders, when we founded this company, there was this faith and belief, let's do something which we can make an impact to the society, and that remains our motto. Still, with this, let's start that unicorn journey till unicorn. Unicorn we consider as a pit stop, and there's a long way to go ahead. But let's start with the journey. Anish, over to you. So, ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു യൂണിക്കോൺ ജേർണി, ഓപ്പണിൻ്റെ യൂണിക്കോൺ ജേർണിയെക്കാളിലും ഉപരി അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യൂണിക്കോൺ പോട്ടെ, നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ എക്കോസിസ്റ്റം ഇൻ ടേംസ് ഓഫ് എങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം, അത് ഗ്രോ ചെയ്യാം, അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ ചലഞ്ചസ്. ഇത് നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടേക്ക് അവേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് പ്രോബബ്ലി വിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും കുറച്ചുകൂടെ സന്തോഷം കിട്ടുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്ന സമയത്തും പലപ്പോഴും ഇതുപോലുള്ള പല ജേർണികളുടെയും അല്ലെങ്കിൽ പല ഓൺടർപ്രണേഴ്സിൻ്റെയും ചെറുതും വലുതുമായ ഓൺടർപ്രണേഴ്സിൻ്റെയും സ്റ്റോറീസ് കേട്ടുകൊണ്ടാണ് അത് എൻ്റെ ഓൺടർപ്രണർഷിപ്പ് ജേർണിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ളത്. മേ ബി ഐ സ്റ്റാർട്ട് വിത്ത് ഓപ്പൺ എങ്ങനെ തുടങ്ങി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പറയാം. അതിനു മുമ്പ് മേ ബി ഒരു 30 സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ബോത്ത് മീ ആൻഡ് ദീന. ഞാൻ എൻ്റെ ഓൺടർപ്രണർഷിപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2000-ലാണ്. ഞാനൊരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മലയാള മനോരമയുടെ ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ ഹോട്ട്മെയിലിൻ്റെ സബീർ ഭാട്ടിയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി വായിച്ചു. അദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാൻ വേണ്ടി യു എസിലെത്തി. അങ്ങനെ ഒരു പുള്ളിക്കാരനൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എങ്ങനെ പുള്ളിയുടെ കയ്യിൽ പക്ഷേ ബിസിനസ് തുടങ്ങാനുള്ള കാശുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി എങ്ങനെ വെഞ്ചർ ക്യാപിറ്റൽസ് എന്ന ഒരു സിസ്റ്റം വഴി പുള്ളി ഫണ്ട് റേസ് ചെയ്തു. അപ്പോൾ അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. മേ ബി ലൈക്ക് ഓക്കെ, ഒരു ഓൺടർപ്രണറായിട്ട് ജനിക്കണമെങ്കിൽ, ഒരു ബിസിനസ്സുകാരനായിട്ട് ജനിക്കണമെങ്കിൽ, ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പെരിന്തൽമണ്ണിലൊക്കെ ഇറങ്ങിയ ആൾക്കാരുടെ അടുത്ത്, എൻ്റെ ക്ലാസ്സിലൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നമുക്കിപ്പോൾ ഈ .com ഒക്കെ ബൂമായി വരുവാണ് 2000-2001. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സംഭവമുണ്ട്. അപ്പോൾ ആദ്യം കുറേ പേരൊക്കെ ചിരിച്ച് തള്ളി, ഒബ്വിയസ്ലി ഫ്രം ദിസ് തിങ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പെരിന്തൽമണ്ണിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാത്തത്, ഈ .com ഇൻ്റർനെറ്റ് വെഞ്ചർ ക്യാപിറ്റൽസ്. മേ ബി ട്രിവാൻഡ്രം പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ 10th വീട്ടിൽ നിന്ന് റാൻ അവേ ടു ദിസ് സിറ്റി കോൾഡ് ട്രിവാൻഡ്രം. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെയും മനസ്സിലായത് സിറ്റുവേഷൻ വാസ് ഓൾമോസ്റ്റ് ദ സെയിം തിങ്. എനിവേ, സ്റ്റോറി ഷോർട്ട്, ഞാനൊരു 4-5 വർഷം എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഇൻ്റർനെറ്റ് കഫേയിലിരുന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തു. അന്ന് താമസിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ശ്രീകണ്ഠേശ്വരൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിൽ 4 കൊല്ലം ഇത് ചെയ്തു. കാരണം റിയലൈസ് ദാറ്റ് ഒക്കെ ദേ യൂസ് ടു ഗിവ് മീ ഫ്രീ ഫുഡ് ആൻഡ് ദിസ് തിങ്. ആൻഡ് ആ ജേർണിയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ടപ്പിനെ ഏഷ്യാനെറ്റ് അക്വയർ ചെയ്തു. അങ്ങനെ ഒരു 10-15 വർഷം 3-4 സ്റ്റാർട്ടപ്പുകൾ ചെയ്തു. അതിൻ്റെ ഇടയിൽ വലിയ പരാജയങ്ങളുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ചില സമയത്തൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഫിനാൻസേഴ്സിൻ്റെ നിന്ന് വരെ കാശെടുത്തുള്ള അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത മകൻ എന്തൊക്കെയോ ഒരു സ്ഥലത്ത് ചെയ്യുന്നു, പക്ഷേ അവരെ തേടി പ്രൈവറ്റ് ഫിനാൻസേഴ്സൊക്കെ പെരിന്തൽമണ്ണ വീട്ടിലെത്തിയിട്ടുണ്ട് ബേസിക്കലി. അപ്പം കൂടുതൽ
പ്രസിദ്ധിയെക്കാട്ടിലും കൂടുതൽ കുപ്രസിദ്ധിയായിരുന്നു ആദ്യത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ. അങ്ങനെ ഈ ഒരു ജേണിയുടെ ഇടയ്ക്ക് 2-3 വലിയ കമ്പനികളിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. പേയു, സിട്രസ് പേ, അവരുടെ സീനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ പ്രവർത്തിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ 2017 വരെയുള്ള ഒരു കരിയർ. ദിന, മേ ബി വൈ ഡോണ്ട് യു ടോക്ക് അബൌട്ട് യുവർ ജേർണി ടിൽ 2017? കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു മല്ലപ്പള്ളി എന്ന് പറയുന്ന വളരെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വളർന്ന ആളാണ് ഞാൻ. അവിടെ എൻ്റെ പേരൻസ് രണ്ടുപേരും കോളേജ് പ്രൊഫസേഴ്സ് ആയിരുന്നു. ആസ് യൂഷ്വൽ ഇൻ സൊസൈറ്റി വി ഹാഡ് ദിസ് പ്രഷർ ഓഫ് തരക്കേടില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഹാഡ് ദ പ്രഷർ ഓഫ് either you become a doctor or an engineer. That was the growing up norm during those days. And when I thought about എനിക്കത് ചെയ്യണോ എന്ന് എന്നോട് തന്നെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം വേണ്ട എന്നായിരുന്നു. ആൻഡ് ഐ ഓൾസോ ഫൗണ്ട് ഔട്ട് ദാറ്റ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, ആൾക്കാരെ പോയി കാണുക, ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനെ പഠിച്ചു. പക്ഷേ സൊസൈറ്റൽ പ്രഷർ, ഐ വാസ് ഫോഴ്സ് ടു ചൂസ്, ഓർ റാദർ ആരെയും ഒരു മോശമാവാതിരിക്കാൻ വേണ്ടി പേരൻസിന് വേണ്ടി അവരോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്, അവരെ പ്രഷർ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ലിറ്ററേച്ചർ ഇഷ്ടപ്പെട്ട ഞാൻ, ജേർണലിസം ഇഷ്ടപ്പെട്ട ഞാൻ എന്നാൽ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ആൻഡ് till 12th did my ISc science, all of that in Kerala. And then one day suddenly I decided out of a career counseling that maybe I have my heart in economics, business, all of that. And one of the chartered accountants came and said, CA is a great profession. Appare switch matti, karanam okay, third oru profession kudi undu. Maybe I can try, because nobody was there in the family who was into accounting or who was into commerce. Everybody was in science or literature. And then I took a different path. I would say that was the first time I ever decided something for myself. And annu thottu എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് എൻ്റർപ്രനർ ജേർണിയിലും ഞാൻ എന്തൊക്കെ ക്ലാസ്സിൽ പഠിച്ചോ അതിലും കൂടുതൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ക്യാൻ യു ഡിസൈഡ് തിങ്സ് ഫോർ യുവർ സെൽഫ്? ക്യാൻ യു സ്റ്റാൻഡ് അപ്പ് ഫോർ സംതിങ് വിച്ച് യു റിയലി വാണ്ട്? ആൻഡ് ക്യാൻ യു ബി ഡ്രിവൻ ബൈ യുവർ പാഷൻ ആൻഡ് ഫോളോ യുവർ ഹാർട്ട്? അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് CA ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ടിപ്പിക്കൽ കരിയറിലോട്ട് പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ പല സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് entrepreneurial venture again I started from Trivandrum and miserably failed again. ഞങ്ങൾക്കെല്ലാം Trivandrum connection ഉണ്ട്. And after that, the first time, and have been into the startup ecosystem for the last 12 years. ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ പ്രീവിയസ് ഒരു കമ്പനി ടാക്സി ഫോർ ഷോറിൻ്റെ ഹെഡ് ഓഫ് ഫിനാൻസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അനീഷ് മേബിൾ അജീഷിൻ്റെ പ്രീവിയസ് സ്റ്റാർട്ടപ്പായ സ്വിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരു ബ്രില്യൻ സൊല്യൂഷനിങ് ചെയ്യുന്നത്. ദാറ്റ് ടൈം ഐ റിയലൈസ് വൗ ദർ ഇസ് എ ടീം ഹു റിയലി ക്യാൻ ഡു തിങ്സ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. ആൻഡ് ടു ഓൾ ദ വേ ടു 2017 ഓപ്പൺ എന്ന സംരംഭത്തിന് തുടക്കമിടുന്ന ജേർണി ഇന്ന് 6.5 വർഷം തികച്ചു നിൽക്കുന്ന ഒരു ജേർണി ആയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്, ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ വി ഹാഡ് അനീഷ് ഹു ഇസ് എൻ ആബ്സല്യൂട്ട് ഡ്രീമർ ആൻഡ് എ ഡുവർ and who has got an amazing ability to figure out what happens with the customer, what they need and how to solve for that. അവിടെയായിരുന്നു തുടക്കം. അനീഷ്, maybe over to you for that. സോ ഐ തിങ്ക് നിങ്ങളെല്ലാവരും ഇതിൽ പുതിയതായിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരംഭത്തിൽ വരുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എപ്പോഴും ദ ഫൗണ്ടിങ് ടീം, ഗെറ്റിംഗ് ദ റൈറ്റ് ഫൗണ്ടിങ് ടീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ ഒരു കോ ഫൗണ്ടിങ് ടീം. ഞങ്ങളുടെ ഓപ്പണിൻ്റെ കേസിൽ ഞങ്ങൾ ഇതിന് പറഞ്ഞ പോലെ 4 ഫൗണ്ടേഴ്സാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സെക്കൻഡ് കോ ഫൗണ്ടർ ഈസ് മൈ വൈഫ് ആൻഡ് തേർഡ് കോ ഫൗണ്ടർ ഈസ് എ ബ്രദർ. ആൻഡ് ദീന ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല. ആക്ച്വലി ഒരു ഫാമിലി റൺ സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു നെഗറ്റീവ് സെൻസാണ് ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ. ബിക്കോസ് പല കാര്യങ്ങളും നമ്മൾ ടേക്കൺ ആസ് ഗ്രാൻഡഡ് ആണ്. ഈ ഒരു കേസിൽ എൻ്റെയും മേബിളിൻ്റെയും ഇത് 5th സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പം ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിനിടയിലാണ് പരിചയപ്പെടുന്നതും പിന്നെ അതിൽ 2 സ്റ്റാർട്ടപ്പ് ചെയ്തതിന് ശേഷം അത് വിവാഹത്തിലെത്തുന്നതും ആയിരുന്നു. അപ്പോൾ 2017 ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ ഓപ്പണിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പഴയ കമ്പനികളിൽ പേയു, സിട്രസ്, അതുപോലെ ദീന, ഓല, ടാക്സി ഫേഷർ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പല ബിസിനസ്സുകാർക്കും അവരുടെ ബിസിനസ് ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിലാണ് അവർ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ബിക്കോസ് അവരുടെ ബാങ്ക് അക്കൗണ്ടും അവരുടെ ടാലി പോലുള്ള അക്കൗണ്ടിങ് സിസ്റ്റവും അവരുടെ പേറോൾ സിസ്റ്റം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് അല്ല. ഇപ്പം വൈകുന്നേരം കട പൂട്ടി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം ഇത് ചെയ്യുമ്പം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഇൻവോയ്സുമായിട്ട് വന്നോ കാശ് വന്നോ എന്നുള്ളത് എല്ലാം റിക്കൺസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓട്ടോമേറ്റ് ചെയ്തുകൂടെ എന്നുള്ളൊരു ഐഡിയ, ഒരു തോട്ട് പ്രോസസ്സ് വന്നു.
അപ്പോൾ നമുക്ക് മനസ്സിലായി ബാങ്ക് അക്കൗണ്ടാണ് ഒരു ബിസിനസ്സിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ്. അവിടെയാണ് നമ്മുടെ ക്യാഷ് വരുന്നതും പുറത്തോട്ട് പോകുന്നതും. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന 10 രൂപ ആരിൽ നിന്ന് വന്നു, എന്തിനു വന്നു, അത് പുറത്തോട്ട് പോകുമ്പോൾ അതൊരു സാലറി പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെണ്ടർ പേയ്മെൻ്റ് ആയിട്ടോ ആർക്ക് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെക്നോളജികൾ പണ്ട് തൊട്ടേ ബാങ്കുകളിലുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു നിയോ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തുടങ്ങുക എന്നുള്ളതാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3-4 സ്റ്റാർട്ടപ്പൊക്കെ ചെയ്ത് അവസാനം പലതും പരാജയത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജോലികളിലിരുന്ന് നമ്മൾ മന്ത്ലി സാലറി ലേൺ ചെയ്യുമ്പം ഈ EMI എല്ലാം അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സേവിങ്സ് കാണത്തില്ല. ആൻഡ് നോർമലി എ പേഴ്സൺ ലൈക്ക് മീ, എനിക്ക് സേവിങ്സ് പറഞ്ഞൊരു ഹാബിറ്റേ ഇല്ലാത്തതാണ്. ഐ തിങ്ക് ഇത് സെയിം തിങ് വിത്ത് പ്രോബബ്ലി ദീന ആസ് വെൽ. അപ്പം ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നിക്ഷേപം എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ പേയുവിലും സിട്രസിലും വർക്ക് ചെയ്ത് എൻ്റെ ബോസസായിട്ട് വർക്ക് ചെയ്ത ഇപ്പോൾ പൈൻ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ MD ആയിട്ടുള്ള അമരീഷ് റോവൻ ജിതൻ, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പുള്ളി ഒരു 2.5 crores ചെക്ക് എഴുതി തന്നു. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മൂലധനം. ഇതിൽ നിന്നും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മളെപ്പോഴും പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വി വിൽ ക്രോസ് പാത്ത്സ് വിത്ത് ദ കൊളീഗ്സ് ഓർ അവരായിരിക്കും ഒരു പക്ഷേ നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. അപ്പം നെറ്റ്വർക്കിങ്ങും റിലേഷൻഷിപ്പും എപ്പോഴും നമ്മുടെ ജേർണിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടീം സെറ്റ് ചെയ്തു. ആദ്യത്തെ ഒരു 20 മെമ്പർ ടീം ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സെറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഫസ്റ്റ് 1 year തന്നെ നമുക്ക് ഒരു നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഫണ്ട് റേസിങ്, ഒരു 12 കോടിയുടെ ഫണ്ട് റേസിങ് വന്നു. ഇവിടെയും പറയാനുള്ളത്, ഈ ഫണ്ട് റേസിങ് എങ്ങനെ, എൻ്റെ അടുത്ത് ഈ 2 ദിവസങ്ങളിലും കുറേ ആൾക്കാർ ചോദിച്ചു, ഇൻവെസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തി തരാമോ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് ടു സം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, VCസിനെ പരിചയപ്പെടുത്തി കൊടുക്കാവോ. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോകുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഞാനും പണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ ഓൺടർപ്രണേഴ്സ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ്. അതായത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റർ എങ്ങനെങ്കിലും അറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കണം, നാളെ ഇപ്പം ദീന എന്നെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ ഏഞ്ചൽ ഇൻവെസ്റ്ററിനോ റെക്കമെൻഡ് ചെയ്താൽ പോലും അദ്ദേഹം ചിലപ്പം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം 100-200 സ്റ്റാർട്ടപ്പ് പ്രപ്പോസൽസ് ഓൺടർപ്രണേഴ്സ് അയാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അതിൽ നിന്നും 1-2 ആയിരിക്കും പുള്ളി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, വെദർ ഇറ്റ് ഇസ് എ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഓർ എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ. അതേസമയം പുള്ളി അങ്ങോട്ട് അറിഞ്ഞ് ചെല്ലുന്ന ഒരു സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പം ഞങ്ങളുടെ ഓപ്പണിൻ്റെ കേസിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ വി എൻഷുർഡ് ദാറ്റ് ദ മീഡിയ കവേഴ്സ് അസ്. എക്കണോമിക് ടൈംസും, ടൈംസ് ഓഫ് ഇന്ത്യയും, യുവർ സ്റ്റോറിയും, മാതൃഭൂമിയും, മലയാള മനോരമയും എല്ലാം നമ്മളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് എഴുതുക എന്നുള്ളൂ. അപ്പം പലരും വിചാരിക്കും ഇതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി സംഭവങ്ങളല്ലേ എന്നുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇവിടെ മാതൃഭൂമിയുടെ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, റോഷൻ. ഞങ്ങളുടെയൊക്കെ ജേർണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു ജേർണലിസ്റ്റാണ് റോഷൻ. അതുപോലെ നാഷണൽ വൈഡ് ആണെങ്കിൽ യുവർ സ്റ്റോറിയുടെ ശ്രദ്ധ. ഇവർക്കെല്ലാം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ കവർ ചെയ്യുന്നതിന് they will be very happy, because ഈ പല ന്യൂസ് പേപ്പേഴ്സിനും സ്വന്തമായിട്ട് ഡെഡിക്കേറ്റഡ് സെഷൻസ് ഉണ്ട് ടു കവർ സ്റ്റാർട്ടപ്സ് ആൻഡ് ബിസിനസ്സസ്. ഞങ്ങളുടെ കേസിൽ ഈ ഒരു 12 കോടി റേസ് ചെയ്തപ്പം അത് ലീഡ് ചെയ്യാൻ വന്നത് ജപ്പാനിലെ റിലയൻസ് പോലെയുള്ള ഒരു 6ാമത്തെ വലിയൊരു കമ്പനിയായ റിക്രൂട്ട് ഗ്രൂപ്പായിരുന്നു. അവർ ജപ്പാനിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ എക്കണോമിക് ടൈംസിൽ വന്ന ചെറിയൊരു ആർട്ടിക്കിൾ കണ്ട് അവർ നോക്കിയപ്പോൾ അവർ നിയോ ബാങ്കിങ്ങിൽ ഇങ്ങനെ ഇന്ത്യയിലൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. They were looking to invest in neo banking, and that's when ഈ ജപ്പാനിലെ റിക്രൂട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നു. അവർ ആ റൗണ്ട് ലീഡ് ചെയ്തു. അതിൻ്റെ കൂടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫണ്ട് ഓഫ് ഫണ്ട്സ് ആയിട്ടുള്ള യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സും അങ്ങനെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചേർന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് 12 crores ഫണ്ടിങ് കിട്ടുന്നത്. ഈ ഒരു ഫണ്ടിങ് വന്നപ്പോഴത്തേക്കും നമ്മുടെ 20 മെമ്പർ ടീമിനെ പിന്നെ നമ്മളൊരു 50 മെമ്പർ ടീമായിട്ട് സ്കെയിൽ ചെയ്തു. ഞങ്ങളുടെ ഫസ്റ്റ് ബാങ്ക് ICICI ബാങ്കുമായിട്ട് ഞങ്ങൾ പാർട്ട്ണർ ചെയ്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. എഗെയിൻ ഞങ്ങളുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹെവിലി റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് RBIയുടെ ഒക്കെ ഒരു റെഗുലേറ്ററി അപ്രൂവൽ കിട്ടി. പക്ഷേ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മാർക്കറ്റ് റെഗുലേറ്റഡ് അല്ലായിരുന്നു. മാത്രമല്ല ചെറിയൊരു സ്റ്റാർട്ടപ്പിനെ ഒരു ബിസിനസ് കൊടുക്കുക എന്നുള്ളൊരു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരിതായിരുന്നു. അപ്പോൾ പല സമയത്തും ഞങ്ങൾക്ക്
ഇൻവെസ്റ്റ്മെൻ്റ് ആയി ആൾക്കാരായി, പക്ഷേ ഒരു ബാങ്ക് ഞങ്ങളായിട്ട് പാർട്ട്ണർ ചെയ്യാൻ വരുന്നില്ല. ഈ ബാങ്ക് പാർട്ട്ണർ ചെയ്യാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ബിസിനസ്സിൽ ഇതുപോലുള്ള പല അവസരങ്ങളും നമ്മൾ സ്റ്റക്ക് ആവും, ദർ ഈസ് നോ എന്നുള്ള. അപ്പം അവിടെയെല്ലാം ജസ്റ്റ് ഒരു ഫൗണ്ടേഴ്സിൻ്റെയും ആ കൂടെ നിന്ന ടീമിൻ്റെ ഒക്കെ ഇതെല്ലാം ശരിയാവും, ദിസ് വിൽ ഹാപ്പൻ എന്നുള്ള ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഡ്രൈവ്സ് ബേസിക്കലി ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം. ആൻഡ് ഈ ഒരു ഫണ്ട് റേസിങ്ങിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു 30 crores സീരീസ് എ ഫണ്ട് റേസിങ്. അപ്പോഴത്തേക്കും ഞങ്ങൾ പ്രൊഡക്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഒരു 5000 കസ്റ്റമേഴ്സായി. അപ്പോഴും കമ്പനി ലാഭത്തിലല്ല, നഷ്ടത്തിലാണ്. അപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നതും ആ കമ്പനിയുടെ എല്ലാ മാസവും നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കാശിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് സ്കെയിലപ്പ് പോകുന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിനിടയ്ക്ക് എനിക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുള്ളത്, എന്താണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു ഞങ്ങൾ കുറേ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് ഫണ്ട് റേസ് ചെയ്തെന്നുള്ളത്, അവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും കാശ് തിരിച്ചു കിട്ടുന്നതെന്നുള്ളതാണ്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിക്ഷേപകരാണ്. അവർ കോർപ്പറേറ്റ് നിക്ഷേപകരാണ്. അവർ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഉപഭോക്ത അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന കമ്പനികളിൽ അവർ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് അവരുടെ മാൻഡേറ്റ്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഒരിക്കലും എല്ലാവരും ഒന്നും കാശുള്ള ആൾക്കാരല്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോർപ്പറേറ്റ്സിൻ്റെ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നുള്ള, ഇപ്പോൾ HDFC, LIC പോലെയുള്ള ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട്സ്, അതുപോലെ ഹൈ നെറ്റ്വർത്ത് ഈ ബിസിനസ് ഗ്രൂപ്പ്സ്, ഇവരെല്ലാം കാശ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് കൊടുക്കും, സെയിങ് ദാറ്റ് ഒക്കെ എനിക്ക് 15% മേ ബി ആസ് എ മിനിമം റിട്ടേൺസിൽ 5 കൊല്ലത്തിന് ശേഷം ഈ കാശ് തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ളത്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാശ് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കും. അപ്പോൾ അവർ നോക്കുന്ന സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്കെയിലബിൾ ആയിരിക്കണം. അതായത് ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതേസമയം സൊമാറ്റോ പോലെ റെസ്റ്റോറൻറ്റുകൾ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിക്കോസ് അവർക്കറിയാം അത് 400-500 സിറ്റികളിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഞാനിന്ന് ചിലപ്പോൾ ഒരു 5 കോടി നിക്ഷേപിച്ചാൽ നാളെ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എനിക്ക് 5 കോടി 500 കോടി ആക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഇവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, അതായത് ഒരു പ്രൊഡക്റ്റ് ഹൈലി സ്കെയിലബിൾ ആക്കണം. നമ്മളിന്ന് കാണുന്ന പല പ്രൊഡക്റ്റുകളും, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, സോണി ആവട്ടെ, മെജോറിറ്റി ഓഫ് ദ ബ്രാൻഡ്സിലെല്ലാം സ്കെയിൽ ചെയ്തത് വെഞ്ചർ ക്യാപിറ്റൽസ് വഴിയാണ്. എന്തിന് നമ്മുടെ ആപ്പിൾ പോലും ഒരു VC ഫണ്ടഡ് സ്റ്റാർട്ടപ്സ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സീരീസ് എ ഇൻവെസ്റ്റ്മെൻറ്റ്. നിക്ഷേപർ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അവരുടെ ലാഭം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കിയിട്ടല്ല. ഈ കമ്പനി നാളെ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുകയോ അല്ലെങ്കിൽ കമ്പനിയെ വേറെ ഏതെങ്കിലും കമ്പനി ഏറ്റെടുക്കുകയോ ചെയ്യുമ്പോഴാണ് ഇവരിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല ഓൺട്രപ്രണേഴ്സിൻ്റെ അടുത്ത് ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന പ്രധാന പ്രശ്നം, എൻ്റെ അടുത്തൊരു ഇൻവെസ്റ്റർ വന്നു, പക്ഷേ അയാൾ ചോദിക്കുന്ന 50% ഷെയർ കിട്ടും, 60% ഷെയർ കിട്ടും എന്നുള്ളതാണ്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഒരു കമ്പനിയിൽ 5-10% അല്ലെങ്കിൽ 15% മാത്രമേ ഓഹരി എടുക്കുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം പെരിന്തൽമണ്ണ എനിക്ക് ബൈപ്പാസിനകത്ത് 1 ഏക്കർ സ്ഥലമുണ്ട്. ദീനയ്ക്ക് ആ സ്ഥലം മേടിക്കണം 1 ലക്ഷം രൂപയ്ക്ക്. ഞാനപ്പമാണ് 1 ലക്ഷം രൂപ ദീനയ്ക്ക് കൊടുക്കുന്നു, പകരം ദീന എനിക്ക് ആ സ്ഥലത്തിൻ്റെ 10% ഷെയർ എനിക്ക് തരുന്നു. നാളെ ഈ സ്ഥലത്തിൻ്റെ വില, 1 ഏക്കർ സ്ഥലത്തിൻ്റെ വില 1 ലക്ഷത്തിൽ നിന്നും മാറി 50 കോടിയിലേക്ക് എത്തുമ്പം എൻ്റെ ആ 10% വാല്യൂ, ഞാനിട്ട 1 ലക്ഷത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ഇതിനാ 5 കോടിയായി, റൈറ്റ്? അപ്പം എനിക്കത് മതി. അല്ലാതെ ദീന അതിനകത്തൊരു ബിൽഡിംഗ് കെട്ടി അതിനകത്തുനിന്ന് കിട്ടുന്ന റെൻറ്റ് എന്നെ സംബന്ധിച്ചോളം പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പല ഇൻവെസ്റ്റേഴ്സും പറയുന്നു, ഓക്കെ ഞാൻ 1 ലക്ഷം രൂപയുടെ എനിക്ക് പ്രോഫിറ്റിൻ്റെ 40% വേണം, അല്ലെങ്കിൽ ആ 10% വേണം. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ല വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ ഗ്രോത്ത് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ആൻഡ് മാത്രമല്ല വെഞ്ചർ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു 1000 സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ 999 ഫെയിലിയർ ആവും, അല്ലെങ്കിൽ ഒരു 95% ഓഫ് ദ സ്റ്റാർട്ടപ്സും ഫെയിലിയർ ആവും. ബാക്കി 5% ഒരു ആപ്പിൾ ഉണ്ടാവും, ഒരു ഗൂഗിൾ ഉണ്ടാവും, ഒരു ഫേസ്ബുക്ക് ഉണ്ടാവും. അത് ബാക്കിയുള്ള ലോസസിനെ എല്ലാം കവർ ചെയ്യും. ഇതിങ്ങനെയാണ് ഇവരുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇവരുടെ എക്കണോമി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടായ 30 crores ഫണ്ട് റേസ് ചെയ്തതിന് ശേഷം ഒരു കമ്പനി ഏകദേശം 2 വർഷം ആയി നമ്മൾ കുറച്ചുകൂടെ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി, കുറേ ബാങ്കുകൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു 100-150 എംപ്ലോയീസ് ആയി.
ആ ഒരു സമയത്താണ് ടൈഗർ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ ടൈഗർ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് അതുപോലെ കുറേയധികം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സാണ് ഇതുപോലെ വെഞ്ചർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ നമ്മുടെ കമ്പനിയെക്കുറിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരിതിൻ്റെ മൊത്തം ഡ്യൂ ഡിലിജൻസ് എന്ന് പറയും, കമ്പനിയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ വിശദമായി പരിശോധിച്ച് അങ്ങനെയാണ് അവർ ഒരു 250 crores 30 million ഏകദേശം ക്ലോസ് ടു 200 crores ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓഫറുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ഈ ഒരു മാർച്ചിലായിരുന്നു ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓഫർ വരുന്നത്. ആൻഡ് ഇതിനെല്ലാം ഒരു 3-4 മാസം മുമ്പ് ഒരു ദിവസം ദീന എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അനീഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി, അല്ല ഞാനതിനെന്ത് വേണം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇത് പറയണ്ടേ എന്നുള്ളത്. അതായത് ഇന്ത്യയിൽ ഒരു കുറേയധികം കാലത്തോളം ഭയങ്കര വുമൻ ഫ്രണ്ട്ലി അല്ലായിരുന്നു ഇൻ ടേംസ് ഓഫ് അവരുടെ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും. കാരണം ഞാൻ പല ദർ വർ ഓൾസോ കേസസ് വേർ ഒരു വുമൺ ഓൺടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ യുനോ ഇത്രയും കാലത്തേക്ക് കമ്മിറ്റഡ് ആയിരിക്കണം, ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ പല കേസസുകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേസസിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് സമയമാകുമ്പോൾ പറയാം, ഇപ്പോൾ 6 മാസമല്ലേ ആയുള്ളൂ, ഇനി 3 മാസം ഇല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ദീന വലിയ പിന്നെ ഡ്രസ്സസ് എല്ലാം കൂടുതൽ വലിപ്പമുള്ള ഡ്രസ്സസുകളൊക്കെ ഇട്ടു. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ ജോലിക്ക് വരുന്നുണ്ട്, ഫുള്ളി വർക്ക് ഇൻവോൾവ് ആണ്, സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അങ്ങനെ മാർച്ചിൽ ഡെലിവറിക്ക് പോകാൻ ഏകദേശം ഒരു 2-3 ദിവസം ഉള്ളപ്പോൾ ആണ് ഈ ടൈഗർ ഗ്ലോബലിൻ്റെ ഡീല് വന്നുകൊണ്ടിരിക്കുന്നത്, സീരീസ് സി റൗണ്ട്. എല്ലാ ദിവസവും US ടൈമിംഗ് ആയതുകൊണ്ട് രാത്രി 12 തൊട്ടിട്ട് 2 മണി വരെ ആയിരിക്കും ദീന എല്ലാ ദിവസവും കോളിൽ. ആൻഡ് ഫിനാൻസിനെ കുറിച്ച് അറിയുന്ന നമ്മുടെ ഫൗണ്ടേഴ്സിൽ ഉള്ള ഏക വ്യക്തി ദീന ആയതുകൊണ്ടും ദീന മാത്രം കയറിയാലേ നടക്കുകയുള്ളൂ. ഇൻഫാക്ട് വൺ ഓഫ് ദ തിങ്സ് വേർ ഐ റിയലി കൺഗ്രാറ്റുലേറ്റ് ഹെർ ഈസ് ലൈക്ക് ഈ ഒരു ഡെലിവറി എടുക്കുന്നതിൻ്റെ തലേ ദിവസം വരെ രാത്രിയിലിരുന്ന് ഇതായിട്ടാണ് ഡെലിവറിക്ക് പോയത്. ആൻഡ് ആ ഡീല് ഡെലിവറിക്ക് പോയിട്ട് 7 ദിവസത്തിനകത്ത് അതിൻ്റെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് 7ാമത്തെ ദിവസം തൊട്ട് വീണ്ടും ഫുൾ ടൈം ബാക്ക് ഇൻ ഓഫീസ് ആൻഡ് ദിസ് തിങ്. സോ പലപ്പോഴും ഞാൻ പല സ്ത്രീ സംരംഭകരടുത്തും സംസാരിക്കുമ്പോൾ അവർ പറയും ഓക്കെ, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പം ഓക്കെ ഞാൻ മെറ്റേണിറ്റി ബ്രേക്ക് എടുത്തു. വി ആർ നോട്ട് സെയിങ് ദാറ്റ് ഒക്കെ ബ്രേക്ക് എടുക്കണമെന്നല്ല, പക്ഷെ നമുക്കൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടിങ് എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു 250 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന സമയത്ത് ഞങ്ങളുടെ വേറെ കുറേ അധികം ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ICICI ബാങ്ക്. അപ്പോൾ ICICI ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെഡ് ചെയ്ത ആള് ദീനയുടെ അടുത്ത് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ദീന പറഞ്ഞു ഞാൻ ഡെലിവറിക്ക് പോവുകയാണ്, പോയിട്ട് വന്നിട്ട് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വിചാരിച്ച എന്തോ സാധനം കൊണ്ട് എവിടെയോ ഡെലിവറി ചെയ്ത് പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. ടു ടോക്ക് അബൌട്ട് ദ സീരീസ് ബി. ഐ തിങ്ക് അനീഷ് സമ്മറൈസ് ചെയ്ത ഈ സ്റ്റോറിയിൽ ഒരു കാര്യം, യെസ്, ആസ് യു റൈറ്റ്ലി മെൻഷൻഡ്, ഇറ്റ് ഈസ് അബൌട്ട് ദ ഫണ്ടമെൻ്റലി അബൌട്ട് ദ നെറ്റ്വർക്ക്സ് ആൻഡ് ദ റിലേഷൻഷിപ്സ് ദാറ്റ് വി ഹാവ്. അതാണ് നമ്മുടെ ആദ്യത്തെ മൂലധനം. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതിനെ പറ്റിയുള്ളത്. മൂന്നാമത്തെ ഏറ്റവും വലിയ ഘടകം ഇതിനകത്ത് എല്ലാം ഉള്ളത് ഒരു പാഷനാണ്, അതുപോലെ അത് ഒരുമിച്ച് കാണുന്ന ഒരു ടീമാണ്. ഇതൊക്കെ പറഞ്ഞു, താങ്ക് യു സോ മച്ച് അനീഷ്. പക്ഷേ ഐ കുഡൻറ്റ് ഹവ് ഡൺ എനി ഓഫ് ഡേയ്സ് വിതൗട്ട് ദ സപ്പോർട്ട് ഓഫ് ദ എൻറ്റയർ ടീം. അതാണ് ഏറ്റവും വാല്യുബിൾ. ഐ വുഡ് സേ ദാറ്റ് ഏതൊക്കെ കാശ് കിട്ടിയോ ഇല്ലയോ, ബെസ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ, ബെസ്റ്റ് വാല്യുവേഷൻ, ഡസൻറ്റ് മാറ്റർ. ബട്ട് എന്തിനു വേണ്ടി തുടങ്ങി, ആരുടെ കൂടെ തുടങ്ങി, ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അത് നമുക്കൊരു ഊർജം തരും എന്തും ചെയ്യാനായിട്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഓപ്പൻ്റെ ഏറ്റവും വലിയ ഘടകം ഇത്ര നാളത്തിലെ ജേണിക്ക് പറയാൻ പറ്റുന്നത്. ബാക്കി എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷേ മുന്നോട്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോകും.
അതുപോലൊരു ഊർജ്ജം ഒരുമിച്ചുണ്ടെങ്കിൽ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ സീരീസ് ബി ചെയ്തു. അനീഷ് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തോട്ട് എത്തിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എത്രത്തോളം വലിയ മാർക്കറ്റാണിത്, ഇതിനുള്ള സാധ്യതകൾ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നമുക്കേ പറയാൻ പറ്റൂ, നമുക്കേ അറിയിക്കാൻ പറ്റൂ ആൾക്കാരോട്. അത് പറയാവുന്നത്രയും പറയാവുന്ന എല്ലാ നെറ്റ്വർക്കിൽ കൂടെയും പറയുക. അപ്പം നമ്മൾ പറയുമ്പം ഇത് കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചല്ല പറയേണ്ടത്. ഇൻ കേസ് നമുക്ക് കാശ് റേസ് ചെയ്യാൻ വേണ്ടിയ ഒരു സംരംഭമാണെങ്കിൽ യു ഓൾസോ എൻഷുർ വി ടോക്ക് ദ എന്റർപ്രണേഴ്സ്, ടോക്ക് ദ ഇൻവെസ്റ്റേഴ്സ് ലാംഗ്വേജ്. Where do you find them? ആ കാര്യങ്ങളിൽ പറയുക. അവരോട് പറയുന്ന കാര്യങ്ങൾ പൊസിഷനിങ് വുഡ് ബി വേ ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു ടെൽ ദ കസ്റ്റമർ. ബിക്കോസ് അവർ ഇത് എന്തോരം ഇന്ത്യ മാത്രമാണോ, കേരളത്തിൽ മാത്രമുള്ളതാണോ, അതോ ലോകത്തിന് പറ്റുന്ന ഒരു ഗ്ലോബൽ മോഡലാണോ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണോ, ഇതെല്ലാം വെച്ചിട്ടാണ് എത്രത്തോളം ഇത് വലുതാകും, എനിക്കൊരു 5 വർഷത്തിൽ 10 വർഷത്തിൽ ഇതിൽ നിന്ന് എത്ര കിട്ടാൻ പറ്റും. ഇപ്പം ഞാനൊരു 100 മില്യൺ ഇട്ടാൽ ഇതിൽ നിന്ന് എനിക്കൊരു 1 ബില്യൺ കിട്ടുമോ 5 വർഷത്തിൽ. അതായിരിക്കും അവരുടെ കണക്ക് കൂട്ടൽ. അതെങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ടൈഗർ ഗ്ലോബൽ ഫോർ എക്സാമ്പിൾ, ആസ് അനീഷ് മെൻഷൻഡ്, നമുക്ക് ഇൻകമിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു പല കാര്യങ്ങൾ കൊണ്ടും. ഇപ്പോൾ കമ്പനി വളരാൻ തുടങ്ങി, ബാങ്കിങ് പാർട്ട്ണർഷിപ്സ് എളുപ്പമല്ലായിരുന്നു. ആദ്യം പടിയിൽ പോകുമ്പോൾ അനീഷിൻ്റെ ആ സ്റ്റോറീസ് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബാങ്കിൽ പോയിരിക്കുമ്പോൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, എവിടെ ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ട്, ആ ലെവലിൽ നിന്നാണ് ഇന്ന് 19 ബാങ്ക്സ് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ വർക്ക് ചെയ്യുന്നത്, 19 ബാങ്ക്സിൻ്റെ കൂടെ. അപ്പം അതെല്ലാം ആ സമയങ്ങളിലെല്ലാം ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നതിനകത്ത് എന്താണ് ഞങ്ങൾ കൊടുക്കാത്തത് ബിസിനസ്സുകാർക്ക്, എവിടെ നിന്ന് എന്തുണ്ടാക്കാനാണ് ഇതിനകത്തുനിന്ന് തുടങ്ങി ഇന്ന് പല പ്രമുഖ ബാങ്കുകളുടെയും ഇൻ്റർനെറ്റ് ബാങ്കിങ് പവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ജേർണി എന്ന് പറയുന്നത് ഒരുപാട് നേസേയേഴ്സിനോടും താങ്ക്സ് പറയാനുണ്ട്. കാരണം പറ്റില്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഊർജ്ജം നമുക്കും വരില്ലായിരുന്നു. അത് പക്ഷേ നമ്മുടെ ഉള്ളിലൊരു കാര്യമാണ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണാം. അതെങ്ങനെ സോൾവ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു സീരീസ് ബി കഴിഞ്ഞിട്ടൊരു 6 മാസത്തിനകമാണ് അടുത്ത ടേം ഷീറ്റ് നമുക്ക് ലഭിക്കുന്നത്. അതൊരു എക്സ്റ്റേണൽ ഫണ്ട് റേസ് ആണ് നമ്മൾ ചെയ്തത്. പക്ഷെ ആ സമയത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആക്ച്വലി കമ്പനി വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. നമുക്ക് തന്നെ ഒരു ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷൻ സ്കെയിലപ്പിനുള്ള സമയമായി, പ്രോഡക്റ്റ് വളരെ ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യാനുള്ള സമയമായി എന്നൊരു ഇതിനു വേണ്ടി നമ്മൾ പോയി ഒരു 100 മില്യൻ്റെ റൗണ്ട് റേസ് ചെയ്തു. അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പം നമ്മൾ യൂണിക്കോൺ എല്ലാം പറയുന്നത് വാല്യുവേഷനാണ്. അന്ന് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ടേം ഷീറ്റ് ബെസ്റ്റ് വാല്യുവേഷൻ്റേതല്ലായിരുന്നു. ബട്ട് ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളൊരു കല്യാണത്തിന് സമ്മതിക്കുന്നത് പോലെയാണ്. അതിൻ്റെ നമ്മുടെ ഭാവി, നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെ ആയിരിക്കും, എത്ര സന്തോഷത്തോടെയും ഒരേ ഡ്രീമാണോ കാണുന്ന, ഒരേ വിഷനാണോ എന്നുള്ളതും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി വർ വെരി സെലക്റ്റീവ് ഇൻ ഗെറ്റിംഗ് പീപ്പിൾ ഹൂ സൈൻഡ് അപ്പ് വിത്ത് ആർ വിഷൻ. അങ്ങനെയാണ് നമ്മൾ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ തെമാസക്കാണ് ഞങ്ങളുടെ സീരീസ് സി ലീഡ് ചെയ്തത്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, എല്ലാ ഇൻവെസ്റ്റേഴ്സും അതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും തന്നെ ആ റൗണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതാണ് വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ കോൺഫിഡൻസ് എന്തോരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ ഇല്ലയോ ആ റൗണ്ടിൽ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ റൗണ്ട് റേസ് ചെയ്തു. അത് കഴിഞ്ഞൊരു ദാറ്റ്സ് ഓൾസോ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. കാരണം ഒരു 700 കോടിയാണ് നമ്മൾ ആ റൗണ്ടിൽ റേസ് ചെയ്തത്. അപ്പം സിംഗപ്പൂർ ഗവൺമെൻറ്, തെമാസെക്, അതുപോലെ ഗൂഗിൾ, 314 ക്യാപിറ്റൽ, പിന്നെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്, അത് കൂടാതെ നമ്മുടെ ഡെബിറ്റ് കാർഡിലെല്ലാം ക്രെഡിറ്റ് കാർഡിലും പേയ്മെൻറ്റ് നെറ്റ്വർക്കായ വിസ, ഇവരായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ്. അത് ആ സമയത്ത് നമുക്ക് കുറേയധികം ബൂസ്റ്റ് കിട്ടി ഇൻ ടേംസ് ഓഫ് നമുക്ക് പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യാനാണെങ്കിലും അതുപോലെ ബാങ്ക്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എപ്പോഴും മുന്നോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഗൂഗിളിനെ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് വരുമ്പം നമുക്ക് ഗൂഗിളിൻ്റെ എൻ്റയർ നെറ്റ്വർക്കിലേക്ക് ആക്സസ് കിട്ടുകയാണ്. ഗൂഗിളിൻ്റെ സെയിൽസ് ടീം നമ്മുടെ പ്രൊഡക്റ്റ് അവർ ഗൂഗിൾ ക്ലൗഡ് വയ്ക്കുന്ന ബാങ്കുകളിൽ നമ്മുടെ കൂടെ അവർ കൊണ്ടുപോയി സെല് ചെയ്യുന്നു. അതുപോലെ വിസ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളുടെ പ്രൊഡക്റ്റ് പുഷ് ചെയ്യും. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പം കാശ് മാത്രമല്ല നോക്കേണ്ടത്. ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് ലൈക്ക് എ മാരേജ്. ചില സ്ഥലത്ത് അവരുടെ ക്യാപിറ്റലായിരിക്കും നമുക്ക് ആവശ്യം, ചില സമയത്ത് അവരുടെ നെറ്റ്വർക്ക് ആയിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ 1 രൂപ ഇട്ടെങ്കിൽ പോലും നമ്മൾ എടുത്തതന്നെ. ബട്ട് ഗൂഗിളിൻ്റെ നമുക്ക് വേണ്ടിയിരുന്നത് ഗൂഗിളിൻ്റെ നെറ്റ്വർക്കായിരുന്നു വേണ്ടിയിരുന്നത്. ഈ ഒരു സ്റ്റേജിലായപ്പോഴത്തേക്കും നമ്മുടെ വാല്യുവേഷൻ ഏകദേശം ഒരു 400-450 മില്യൺ, അതായത് ഏകദേശം ഒരു പ്രോബ്ലി 3000 കോടി രൂപയുടെ വാല്യുവേഷനാണ്. അപ്പം ഞങ്ങളിതുവരെ യൂണിക്കോൺ എന്ന ഒരു ടേമിനെ ചേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു
3000 കോടി അല്ലെങ്കിൽ 7000 കോടി എന്നുള്ള വാല്യുവേഷനിലുപരി നമ്മൾ നാളെ ഈ കമ്പനി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപത്തിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആസ് എൻ ഓൺട്രപ്രനർ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് അവർ നമ്മളെ ചെയ്തതിന് നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അതാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് എത്തിക്കലി ദാറ്റ് എൻ ഓൺട്രപ്രനർ ഷുഡ് ഡു. സോ നമ്മളൊരിക്കലും ഒരു വാല്യുവേഷനെ ചേസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് കുറേയധികം ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ലെൻഡിങ് നെറ്റ്വർക്കായിട്ടുള്ള IFL ഫിനാൻസ്, അവർക്ക് ഗോൾഡ് ലോൺ ഉണ്ട്, IFL ഹോം ലോൺസ് ഉണ്ട്, അവർ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും പറഞ്ഞു ഞങ്ങളും ഈ റൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പം യൂണിക്കോൺ എന്ന ഒരു ടെർമിനോളജി ഏകദേശം 2003 2011 ഐ തിങ്ക്, റൈറ്റ്? 2000 സംവർ ഇൻ 2010 ആ സമയത്താണ് ഒരു ഇമാജിനറി കൺസെപ്റ്റാണ് യൂണിക്കോൺ എന്നുള്ളത്. അതായത് ഒരു കൊമ്പുള്ള ഒരു യൂണിക്കോൺ എന്നുള്ള ഒരു ഇത്. അപ്പം 8000 കോടിയിലധികം അല്ലെങ്കിൽ 1 ബില്യൺ ഡോളറിലധികം വാല്യുവേഷനുള്ള കമ്പനികളെയാണ്, പ്രൈവറ്റ് കമ്പനികളെയാണ് യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വാല്യുവേഷൻ ഏകദേശം 8100 കോടി രൂപയുടെ വാല്യുവേഷനായിട്ട് മാറി. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് പ്രോബബ്ലി 100th യൂണിക്കോൺ ആവുക എന്നുള്ളത്. അപ്പം ഞങ്ങളിതിൻ്റെ പ്രസ് റിലീസ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റർ ഞങ്ങളെ വിളിച്ച് പറയുന്നത്, നിങ്ങൾ പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്ത്യയിലെ 100th യൂണിക്കോൺ ആവും എന്നുള്ളത്. അങ്ങനെ മെയ്യിൽ വി എൻഡ് അപ്പ് പിക്കിംഗ് ദ 100th യൂണിക്കോൺ ഓഫ് ഇന്ത്യ. ആൻഡ് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മൻ കി ബാത്തിനകത്ത് ഇതിനെക്കുറിച്ച്, സ്റ്റാർട്ടപ്പിനെക്കുറിച്ച്, നമ്മുടെ യൂണിക്കോൺ ആയതും ഇന്ത്യ ലോകത്തിലെ തന്നെ 3ാമത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായിട്ട് മാറിയതുമായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ യൂണിക്കോൺ ജേർണി. എനിക്ക് ലാസ്റ്റ് എൻ്റെ ചെയ്യാൻ പറയാനുള്ളത്, ഇതിനേക്കും ജസ്റ്റ് മേ ആഡ് വൺ മോർ തിങ്, ഈ യൂണിക്കോൺ അല്ലെങ്കിൽ വാല്യുവേഷൻ അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപകരും കസ്റ്റമേഴ്സും എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് എക്കോസിസ്റ്റം കാര്യങ്ങൾ പഠിക്കാൻ ഇന്ന് ഒട്ടനേകം അവസരങ്ങളുണ്ട്. അത് ഗൂഗിൾ ആണെങ്കിലും ഇതുപോലെയുള്ള സ്കെയിലപ്പ് പോലെയുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഓൺട്രപ്രണൽ നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുക. പലപ്പോഴും പല രാജ്യത്തും സിലിക്കൺ വാലിയിലും എല്ലാം ടൈ പോലെയുള്ള നെറ്റ്വർക്കാണ് ഇത് ഹെൽപ്പ് ചെയ്തത്. സോ ഇതിലേക്ക് ഇനി കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇനിയും ഒട്ടനേകം യൂണിക്കോണുകളും സ്റ്റാർട്ടപ്പുകളും ഇവിടെ നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഫ്രം മൈ സൈഡ്, വീക്ഷണമുള്ളൊരു നേതാവ്, നജീബ് കാന്തപുരം സാറിനെ പോലെ ഒരു വീക്ഷണമുള്ളൊരു നേതാവ്, അതിരുകളില്ലാതെ കൂട്ടായ്മ കൂടാൻ പറ്റുന്ന ഒരു ജനത, മുന്നോട്ട് ചിന്തിക്കാനുള്ള, സ്വപ്നം കാണാനുള്ള എബിലിറ്റി, എന്റർപ്രണേഴ്സ് പ്ലേസ് പെരിന്തൽമണ്ണ ലോകമെമ്പാടും ഈ ഒരു മോഡൽ ഉറ്റുനോക്കട്ടെ. എല്ലാ ആശംസകളും.